നെക്സ്റ്റ് എക്സേ ക്വസ്റ്റ്യനാണ്. 6 മാർക്കിന് ചോദിക്കാറുണ്ട് ലെൻസ് ഫോർമുല നിങ്ങളോട് 6 മാർക്കിന് ചോദിക്കുമ്പോൾ മുമ്പ് ലെൻസ് എന്താ എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് എഴുതിക്കുന്നത് നന്നായിരിക്കും. ദെൻ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ് n2/v - n1/u = n2 - n1/r. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷനാണ്. ഫ്രം ദി ഇക്വേഷൻ വി നോ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൺവെക്സ് ലെൻസിനെ വരയ്ക്കാം. കോൺവെക്സ് ലെൻസിനെ വരച്ചിട്ട് അതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കണം. ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. അതിനൊരു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു. ആക്സിസ് വരച്ചിട്ട് ഈ പോയിൻ്റാണ് എന്ത് പി എന്ന് പറയുന്ന പോയിൻ്റ്. ദെൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ആൻഡ് ആ ഒബ്ജക്റ്റിൽ നിന്നൊരു റേ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തട്ടുന്നു, നമ്മളുടെ ലെൻസിലേക്ക് തട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലെൻസിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്. സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ്. തേർഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്. ഇവിടെ നിന്നൊരു റേ വന്ന് നേരെ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയം ഏതാണ്? n2 ആണ്. അവിടേക്ക് എത്തുന്നു. അതിനെന്ത് നടക്കും? റിഫ്രാക്ഷൻ നടക്കുന്നു. റിഫ്രാക്ഷൻ നടന്ന് അത് എന്ത് ചെയ്യുന്നു? ബെൻഡ്. ഇപ്പം നമ്മൾ റെയറർ ടു ഡെൻസറിലേക്ക് വരുന്നു. ദെൻ അതെന്ത് ചെയ്യുന്നു? റിഫ്രാക്ഷൻ നടന്നിട്ട് അത് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? വീണ്ടും റിഫ്രാക്ഷൻ നടക്കും. റിഫ്രാക്ഷൻ നടന്നിട്ട് ഡെൻസർ ടു റെയററിലേക്ക് പോകുന്നു. ബെൻഡ് എവേ ഫ്രം എന്താവും? ഇതാണ് നോർമലി എങ്കിൽ ബെൻഡ് എവേ ഫ്രം നോർമൽ ആകുന്നു. ദെൻ അതെവിടേക്ക് എത്തുന്നു? ഇവിടേക്ക് എത്തുന്നു. ദെൻ ഐ എന്ന് പറയുന്ന ഒരു ഇമേജിന് അതെന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. ഒബ്ജക്റ്റ് ഉണ്ട്, റേ വന്നു, ഫസ്റ്റ് അതിനൊരു റിഫ്രാക്ഷൻ നടന്നു, സെക്കൻഡ് അതിനൊരു റിഫ്രാക്ഷൻ നടന്നു, ഐ എന്ന് പറയുന്നൊരു ഇമേജ് ഉണ്ടായി. ഇനി ആദ്യം റേ ഇതുപോലെ ഒബ്ജക്റ്റിൽ നിന്ന് റേ വന്നു, ഈ ലെൻസിൽ തട്ടി, ഇനി ഫസ്റ്റ് റിഫ്രാക്ഷൻ ഉണ്ടായി. ആ ഫസ്റ്റ് റിഫ്രാക്ഷനിലൂടെ തന്നെയാണ് പാർട്ടിക്കിൾ പോയത് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന നമ്മൾ അസ്യൂം ചെയ്യുന്നൊരു ഇമേജാണ് I'. ആൻഡ് എഗെയിൻ റിഫ്രാക്ഷൻ ഉണ്ടായിട്ട് നമുക്ക് ഒറിജിനൽ ഇമേജ് കിട്ടുന്ന ആ ഒരു ഇമേജിനെ നമ്മൾ എന്ത് വെച്ചു? ഡിനോട്ട് ചെയ്തു. I വെച്ചിട്ടും ഡിനോട്ട് ചെയ്തു. ഇനി ഇതാണ് നമ്മളുടെ P, ഒപ്റ്റിക് സെൻറ്റർ. ഈ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ നമ്മൾ ഈ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് നമ്മൾ കണ്ട ഈ ഒരു ഇമാജിനറി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഇമേജ് ഉണ്ടല്ലോ, അതായത് ഒരൊറ്റ റിഫ്രാക്ഷൻ നടന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ഇമേജ് I', അതിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഈ ഇമേജ് ഡിസ്റ്റൻസ് V' എന്നും കൊടുത്തു. ഇനി നമുക്കിവിടെ ഉള്ള യഥാർത്ഥത്തിൽ നമ്മൾ ഇമേജ് ഉള്ള പൊസിഷനിലേക്ക് പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് കൊടുത്തു? V എന്നും കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്നത് 2 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പം മീഡിയം എന്ന് പറയുന്നത് ഇവിടെ ചേഞ്ചേ ആകുന്നില്ല എന്ന് വിചാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓയിൽ നിന്ന് ഒബ്ജക്റ്റിൻ്റെ റേ എയിലേക്ക് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, സെയിം മീഡിയത്തിലാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യും? I' നമുക്ക് ഇമേജ് ഉണ്ടാവുക. അപ്പോൾ ഡിഫറെൻറ്റ് ഒരു മീഡിയം ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ എഗെയിൻ എന്ത് നടക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പം ഉണ്ടാവുന്ന ഇമേജാണ് എന്ത്? I എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആ ബോക്സിലിട്ടത്. ഇഫ് മീഡിയം ഡു നോട്ട് ചേഞ്ച് നമുക്ക് കിട്ടുന്ന ഇമേജ് I' ആയിരിക്കും. പക്ഷേ മീഡിയം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അവിടെ നമുക്ക് കിട്ടുന്ന ഇമേജാണ് I. ദെൻ ഒബ്ജക്റ്റാണ് O, V എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്, U ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, V എന്ന് പറയുന്നത് നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ ഡിസ്റ്റൻസ്. ദെൻ നമ്മൾ ഫസ്റ്റ് റേ എന്ന് പറയുന്നത് n1 നിന്ന് n2 പോകുന്നതാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് വെച്ചാൽ n1 നിന്ന് ഈ n2 പോകുന്നു. ദെൻ ഇങ്ങനെ പോയി അവിടെ എന്തുണ്ടായി? റിഫ്രാക്ഷൻ ഉണ്ടായി. അപ്പം ഇവിടുത്തെ സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മേലെ എഴുതിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ n2 / ഇതിൽ ചേഞ്ച് ഉണ്ടാകുന്നത് n2. സെക്കൻഡ് മീഡിയം എന്ത് തന്നെയാണ്? n2 തന്നെയാണ്. ദെൻ ഡിവൈഡഡ് ബൈ നമുക്ക് അറിയാം വിത്തൗട്ട് റിഫ്രാക്ഷൻ, രണ്ടാമതൊരു റിഫ്രാക്ഷൻ നടക്കുന്നതിന് മുമ്പാണ്. അവിടെ വേറൊരു മീഡിയവും ഇല്ല, n1 എന്ന് പറയുന്ന നെക്സ്റ്റ് മീഡിയം ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? n2 / ഇപ്പം ഇവിടെ ഇങ്ങനൊരു സാധനം, ഈ ഒരു ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു റേ ഇങ്ങനെ വന്നു, ഇതാണ് O, അവിടെ നിന്ന് എയിലേക്ക് എത്തി, ദെൻ ഇവിടെ നിന്ന് എന്തുണ്ടായി? അതിന് റിഫ്രാക്ഷൻ ഉണ്ടാകുന്നു. ദെൻ
അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഇമേജാണ് എന്ത്, ഐ ഡാഷ്. ഇങ്ങനെ ഈ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ റേ പോയി വീണ്ടും അതിനെന്തുണ്ടായും, റിഫ്രാക്ഷൻ സംഭവിക്കും. സോ ഒരൊറ്റ കർവ്ഡ് പാത്ത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ വന്നു, ദെൻ അതിനെന്തുണ്ടായി, റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ആ റിഫ്രാക്ഷൻ സംഭവിച്ചതാണ് എന്ത്, ഐ ഡാഷ് എന്ന് പറയുന്ന ആൾ. ഇത്രയും കൺസിഡർ ചെയ്യുമ്പോൾ ഇത് N1, ഇത് N2. ദെൻ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ഐയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ത്, വി ഡാഷ്. സോ നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട ഇക്വേഷൻ N2 ഡിവൈഡഡ് ബൈ വി ഡാഷ്, പിന്നെന്താ മൈനസ് N1 ഡിവൈഡഡ് ബൈ, എവിടെയാണ് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ, യു തന്നെ, ഇസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ, ഈ ഒരു ലെൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റേഡിയ ഓഫ് കർവേച്ചർ R1 ആണ്. കാരണം ഈ സാധനം ഉള്ളതിൻ്റെ റേഡിയ ഓഫ് കർവേച്ചർ R1 ആണ്. ആൻഡ് ഇനി ഇപ്പുറത്തെ സാധനത്തിനെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെതെന്ന് പറയുന്നത് എന്തായിരിക്കും, R2 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ 2 റേഡിയ ഓഫ് കർവേച്ചർ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തത്, ഇപ്പം നമ്മൾ ABC എന്ന് പറയുന്നൊരു പാർട്ടാണ് എടുത്തത്. ഈ ഒരു പാർട്ട് ABC എന്നുള്ള പാർട്ട്, ദെൻ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ കിട്ടുന്നു. ഇതാണെന്ത്, ഐ ഡാഷ്, ഇതാണ് O. ഇനി നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്ന പാർട്ടാണ് ADC. നെക്സ്റ്റ് പാർട്ടാണ് AD ആൻഡ് C. ഇതാണ് അടുത്ത പാർട്ട്. ഈ പാർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അറിയാം, ആദ്യം എന്താ ഉണ്ടാവുന്നത്, ADC എന്ന് പറയുന്ന പാർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് N2ഉം സെക്കൻഡ് മീഡിയം എന്താണ്, N1ഉമാണ്. ഫസ്റ്റ് മീഡിയം N2, സെക്കൻഡ് മീഡിയം N1. ഇങ്ങനൊരു റേ എന്ത് ചെയ്യുന്നു, N2ലേക്ക് എത്തുന്നു. ദെൻ അതിനെന്ത് നടക്കുന്നു, റിഫ്രാക്ഷൻ നടക്കുന്നു. ദെൻ ഇവിടെ N1, അതായത് ഈ ഒരു ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ഈ ഒരു ഐ ഡാഷില്ലേ, ഐ ഡാഷാണ് ഇവിടെ ആറായിട്ട് ആക്ട് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത് ഐ ഡാഷാണ് എന്നാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ വേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ഫസ്റ്റ് മീഡിയം N2ഉം സെക്കൻഡ് മീഡിയമാണ് N1. സോ ഈ ഇക്വേഷനിൽ N2/V എന്നുള്ളത് N1/V ആയിട്ട് മാറും. കാരണം ഇവിടെ ഏതാണ് സെക്കൻഡ് മീഡിയം, N1 ആണ്. N2 എന്താണ്, ഫസ്റ്റ് മീഡിയമാണ്. സോ N1 ഡിവൈഡഡ് ബൈ V എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ആ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ത്, ഈ ഒരു V എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് N2 ഡിവൈഡഡ് ബൈ V ഡാഷാണ്. N2 എന്ന് പറയുന്നത് ഫസ്റ്റാണ്. ഇവിടെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാ, ഐ ഡാഷാണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടും, V ഡാഷ് എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. ഒന്ന് നമ്മൾ ഓൾറെഡി മേലെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഇക്വേഷൻ, ഇതാണ് ഫസ്റ്റ് വൺ. ആൻഡ് നെക്സ്റ്റ് ഇക്വേഷൻ ഈ സെക്കൻഡ് വൺ ആണ്. ഇവിടെ ഒന്ന് ആലോചിക്കുക, ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സർഫസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഇങ്ങനെ പോകുന്നു റേ, ദെൻ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, ഐ ഡാഷിലെത്തുന്നു. ദെൻ നമ്മൾ സെക്കൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇവിടുന്ന് റേ വരുന്നു, അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, ഐയിലേക്ക് എത്തുന്നു. വിത്തൗട്ട് റിഫ്രാക്ഷൻ ആണെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ ഫോം ചെയ്തിട്ടുള്ളത്, ഐ ഡാഷിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ വിത്ത് എഗെയിൻ റിഫ്രാക്ഷൻ ആയതുകൊണ്ട് ഈ ഐ ഡാഷിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്, ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദെൻ അപ്പോൾ ആ ഇക്വേഷനിൽ നമുക്ക് 2 ഇതാണുള്ളത്, N2ഉം ഉണ്ട്, N2ഉം ഉണ്ട്, അതുപോലെ തന്നെ എന്തുമുണ്ട്, N1 ഉണ്ട്. ഇതാണ് N2, ദെൻ ദിസ് ഈസ് N1. ഫസ്റ്റ് മീഡിയം N2, ദെൻ സെക്കൻഡ് മീഡിയം ഈസ് N1. സോ N1 ഡിവൈഡഡ് ബൈ അവിടെ ഉണ്ടായ ഇമേജ് V മൈനസ് N2 ഡിവൈഡഡ് ബൈ അവിടെ ഉണ്ടായിട്ടുള്ള ഇത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് V ഡാഷിലാണ്, വിച്ച് ഈസ് ഈക്വൽ ടു N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ R2 എന്ന് കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷനെ നമുക്ക്
ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഇക്വേഷനെ N2 മൈനസ് N1 ആക്കണം. ഇപ്പം N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ R2. അപ്പം നെഗറ്റീവിനെ കോമൺ ആയി നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു, ദെൻ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുന്നു, R2 ചെയ്യുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പോർഷൻ. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് ഫ്രണ്ടിലേക്ക് വന്നത്, ബിക്കോസ് നമുക്ക് എഴുതേണ്ടത് N2 മൈനസ് N1 എന്നുള്ള ഫോമിലാണ്. ദെൻ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ഇക്വേഷൻസിനെയും നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ അതുപോലെ എഴുതാം, ഏത് റൈറ്റ് ഹാൻഡ് സൈഡ്, ദെൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡുകളെയും ആഡ് ചെയ്തു, രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡുകളെയും എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം ക്രോസ് കട്ട് ചെയ്ത് പോകും. ദെൻ നമുക്ക് ഇതിൽ N1 ഇതിൽ രണ്ടെണ്ണത്തിലും എന്താണ് കോമൺ ആണ്, N1നെ പുറത്തേക്ക് എടുക്കുന്നു. ദെൻ ഇത് പോസിറ്റീവായിട്ട് ഫസ്റ്റ് ഇതിനെ എഴുതി, ദെൻ നെഗറ്റീവ് പോർഷൻ സെക്കൻഡ് എഴുതി, ദെൻ 1/v മൈനസ് 1/u എന്ന് കിട്ടി. ദെൻ ഇതിൽ രണ്ടെണ്ണത്തിലും കോമൺ ആണ് ഈ ന്യൂമറേറ്റർ N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ R1 മൈനസ് N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ R2. സോ ഈ N2 മൈനസ് N1 രണ്ടെണ്ണത്തിലും കോമൺ ആണ്, നമ്മൾ കോമൺ ആയിട്ട് അതിനെ എന്ത് ചെയ്തു, പുറത്തേക്ക് എടുക്കുന്നു. ദെൻ അതിനെയും നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എഴുതി. ദെൻ റിമൈനിങ് പോർഷൻ 1/R1 മൈനസ് 1/R2 ആണ്. ദെൻ ഇവിടെയുള്ള N1നെ നമ്മൾ എന്ത് ചെയ്തു, ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ N1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്ന് കിട്ടി. ദെൻ നമുക്ക് ഇവിടെ അറിയാവുന്നൊരു ഇക്വേഷനാണ് 1/v മൈനസ് 1/u എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1/f എന്നുള്ളത് നമുക്കറിയാം. ദെൻ 1/f എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്, ഇപ്പം നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റ് u എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്കറിയാം ഇമേജ് എവിടെയാണ് ഉണ്ടാവുക, v എന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുക, നമ്മളുടെ ഫോക്കൽ ലെങ്ത്ത്, v ഈസ് ഈക്വൽ ടു ഫോക്കൽ ലെങ്ത്ത്, ഫോക്കസിലായിരിക്കും എന്തുണ്ടാവുക, ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അതായത് പാരലായിട്ട് വരുന്ന റേസ് ആണെങ്കിൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക, ഫോക്കസിലായിരിക്കും എന്ത് ചെയ്യുക, ഇമേജിനെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഉണ്ടാകുന്നത് എവിടെയാണ്, ഫോക്കസിൽ ആയിരിക്കും. ദെൻ നമുക്കിവിടെ എഴുതാൻ പറ്റും 1/f മൈനസ് 1/infinity എന്ന് എഴുതാൻ പറ്റും. ഈ 1/infinity എന്താ, 0 ആണ്. സോ നമുക്ക് 1/f എന്ന് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടും. ദെൻ 1/f എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്, N2/N1 മൈനസ് 1. ഇവിടെ -1 വരാനുള്ള റീസൺ എന്താണെന്നറിയാലോ, N2 ഡിവൈഡഡ് ബൈ N1 ആവും, മൈനസ് N1/N1. ഇതെത്രയാണ്, N2/N1 മൈനസ് 1 ആണ്. അപ്പോൾ അങ്ങനെ കിട്ടി. ദെൻ ഇതെന്ത് ചെയ്യാണ്, സെയിം അതുപോലെ തന്നെ എഴുതി. സോ നമുക്ക് ഇവിടെ നിന്നൊരു ഇക്വേഷൻ കിട്ടി. ഈ ഒരു സൈഡ്, നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താ, 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലെൻസ് ഇക്വേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് കോൾഡ് ലെൻസ് ഇക്വേഷൻ. ആൻഡ് ഈ ഒരു ഫോർമുലയെ നമ്മൾ പറയുന്ന പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. 1/f, ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്തു, 1/f എന്ന് എഴുതി. 1/f ഈസ് ഈക്വൽ ടു N21. N2 ഡിവൈഡഡ് ബൈ N1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, N സഫിക്സ് 21 എന്ന് എഴുതാൻ പറ്റും. -1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. ദെൻ ലെൻസ് ഇക്വേഷന് നമുക്ക് 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u എന്ന് എഴുതാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് ലെൻസ് ഇക്വേഷൻ.